എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ റോൾസ് ആൻഡ് സ്കിൽസാണ്. ഓക്കെ, അപ്പോൾ എന്ത് തരത്തിലുള്ള റോൾ ആണ് മാനേജ്മെൻറ്റിനുള്ളത്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള സ്കിൽസാണ് വേണ്ടതെന്നുള്ളത് വളരെ ചെറിയൊരു പോർഷനാണ്. രണ്ടും വളരെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് എക്സ്പെർട്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി ഈ മാനേജ്മെൻറ്റ് റോൾസ് ആൻഡ് സ്കിൽസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം. ആദ്യം തന്നെ പീറ്റർ ഡ്രക്കേഴ്സിൻ്റെ 5 ടാസ്ക് ഓഫ് മാനേജേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് റോൾസ് ആൻഡ് സ്കിൽസിൽ വരുന്നതല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു 5 മാനേജേഴ്സിൻ്റെ ടാസ്ക് എന്നുള്ള രീതിയിൽ മാത്രം ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ആദ്യത്തേത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. അത് ക്ലിയർ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഗോൾസ്, അതുപോലെ തന്നെ ആൾക്കാരെ ഗൈഡ് ചെയ്യുക, അതിൻ്റെ ആക്ഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. അടുത്തത് അറേഞ്ചിങ് റിസോഴ്സസ്, ടാസ്ക്, പീപ്പിൾ എഫക്റ്റീവ്ലി ടു അച്ചീവ് ദ സെറ്റ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ, അതുപോലെ തന്നെ ടാസ്കുകളെ, അതുപോലെ റിസോഴ്സുകളെ എഫക്റ്റീവ്ലി ഓർഗനൈസ് ചെയ്യുന്നതിനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അറേഞ്ച് ചെയ്യുന്നതിനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അടുത്തത് മോട്ടിവേറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. നമുക്കറിയാലോ അല്ലേ, ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ഒരു മാനേജർ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം. മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, എന്തെങ്കിലും ഓൺഗോയിങ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും അതിൻ്റെ ഇമ്പാക്റ്റ് വിലയിരുത്താനും മാനേജേഴ്സിന് സാധിക്കണം. ലാസ്റ്റ്, ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, എ സ്ട്രാറ്റജിക് അപ്രോച്ച് ടു ഇംപ്രൂവിങ് ആൻ ഓർഗനൈസേഷൻസ് എഫക്റ്റീവ്നെസ് ത്രൂ പ്ലാൻഡ് ചേഞ്ച് ഇൻ പ്രോസസ്, കൾച്ചർ ആൻഡ് ക്യാപ്പബിലിറ്റീസ്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്താൽ മതി. നമ്മുടെ മാനേജ്മെൻറ്റ് റോൾസ് ആൻഡ് സ്കിൽസിൽ ഇത് വരുന്നില്ല, എങ്കിൽ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് മാത്രം മെൻഷൻ ചെയ്തതാണ് ഇവിടെ. ഓക്കെ, മാനേജ്മെൻറ്റ് റോൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഹെൻറി മിൻസ്ബർഗ് എന്ന് പറഞ്ഞ ഒരു മാനേജ്മെൻറ്റ് എക്സ്പെർട്ടാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ദ നേച്ചർ ഓഫ് മാനേജീരിയൽ വർക്ക് എന്നുള്ള പുസ്തകമാണ്. ഇതിലാണ് അദ്ദേഹത്തിൻ്റെ റോൾസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 3 ബ്രോഡായിട്ടുള്ള ഒരു കാറ്റഗറീസിലാണ് ഇത് മാനേജ്മെൻറ്റ് റോൾസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് ഇൻ്റർപേഴ്സണൽ, അടുത്തത് ഇൻഫോർമേഷണൽ, മൂന്നാമത്തത് ഡിസിഷണൽ. അപ്പോൾ ഈ 3 ഹെഡിലും കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർപേഴ്സണലിൽ 3 കാര്യങ്ങൾ, ഇൻഫോർമേഷനിൽ 3 കാര്യങ്ങൾ, ഡിസിഷനിൽ 4 കാര്യങ്ങൾ. അങ്ങനെ മൊത്തം 10 റോൾസാണ് ഒരു മാനേജീരിയൽ റോളായിട്ട് എടുക്കുന്നത്. ഇൻ്റർപേഴ്സണലിൽ ഫിഗർ ഹെഡ്, ലീഡർ, ലിയേസൺ, ഈ 3 ഇൻഫോർമേഷനിൽ മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ, അങ്ങനെ 3. ഡിസിഷനിൽ എൻ്റർപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ, ഈ 4 ഉള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക്. ഇൻ്റർപേഴ്സണൽ റോൾസ്, ഇത് ഈ റോള് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ മറ്റ് എംപ്ലോയീസുമായിട്ടും ഒക്കെ എങ്ങനെയാണ് ഒരു സപ്പോർട്ടീവായിട്ട് റോളിൽ ഏത് രീതിയിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് ഫിഗർ ഹെഡ് ആണ്. അതായത് ഇത് ഒരു സെറിമോണിയൽ അല്ലെങ്കിൽ സിംബോളിക് ആയിട്ടുള്ള ഒരു റോളാണ്. ജസ്റ്റ് ഒരു ഹെഡ് ഓഫ് ദ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഗ്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അഗ്രിമെൻറ്റ്സ് ഒക്കെ പേരിൽ സൈൻ ചെയ്യുക, ഇത്തരത്തിലുള്ള വളരെ സെറിമോണിയൽ ആയിട്ടുള്ള സിംബോളിക് ആയിട്ടുള്ള ഒരു റോളാണ് ഫിഗർ ഹെഡ് എന്നുള്ള റോള്. അടുത്തത് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ദിശാബോധം കൊടുക്കുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷനോട് കൂടി അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ കൂടി ഒക്കെ ഇത് ചെയ്യാം. അത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റോളാണ് ലീഡർ എന്നുള്ളത്. ഒന്നുകൂടി പറയാം, ഗൈഡൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അതുപോലെ ഒരു ദിശാബോധം നൽകുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ വഴി അല്ലെങ്കിൽ ട്രെയിനിങ് വഴി. ഓക്കെ, അടുത്തത് ലിയേസൺ, മെയിൻറ്റെയിൻ കോണ്ടാക്ട് വിത്ത് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ത്രൂ മെയിൽ, ഫോൺ കോൾസ് ആൻഡ് മീറ്റിംഗ്സ്. അതായത് എല്ലാ കാര്യങ്ങളും ലിയേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഉത്തരവാദിത്വത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, അല്ലെ അതിനൊരു കോണ്ടാക്ട് പോയിന്റ് ആയിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തുക, അതിനാണ് ലിയേസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർപേഴ്സണൽ റോൾസ് ഏതൊക്കെയാണ്? ഫിഗർ ഹെഡ്, ലീഡർ, ലിയേസൺ, ഈ 3 റോളാണ് ഇൻ്റർപേഴ്സണൽ റോൾസിലുള്ളത്.
അടുത്തത് ഇൻഫോർമേഷണൽ റോൾസ് ആണ്. ഇൻഫോർമേഷൻ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ വിവരങ്ങൾ ശേഖരിക്കുകയും അതേപോലെ തന്നെ വിതരണം ചെയ്യുകയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള്. അതിൽ 3 എണ്ണം ഉണ്ട്. ഒന്ന് മോണിറ്റർ എന്ന് പറഞ്ഞാൽ കീപ് വാച്ച് ഓവർ ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഡെവലപ്മെന്റ്സ് ത്രൂ ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സ്, മീഡിയ, ബിസിനസ് റിപ്പോർട്ട്സ് ആൻഡ് പേഴ്സണൽ കോൾസ്. ഒരു മോണിറ്റർ എന്നുള്ള രീതിയിൽ ബിസിനസ് റിപ്പോർട്ട്സ് നോക്കണം, പേഴ്സണലി ചെക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷൻ നെറ്റ്വർക്കിലും മീഡിയ വഴിയും ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ അറിവുകളും ശേഖരിക്കുന്ന ഒരാളായിരിക്കണം മാനേജർ. കമ്പനിയെ സംബന്ധിച്ച്, ഓർഗനൈസേഷനെ സംബന്ധിച്ച്, തൻ്റെ റോളിനെ സംബന്ധിച്ച് എന്തൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ ആ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളായിരിക്കണം മാനേജർ. അതേപോലെ തന്നെ ഡിസെമിനേറ്റർ, ഇദ്ദേഹത്തിൻ്റെ അതായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുകൾക്ക് അവർ വേണ്ട വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാനും കഴിവുള്ള ഒരാളായിരിക്കണം ഒരു മാനേജർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഡിസെമിനേറ്റർ കമ്മ്യൂണിക്കേറ്റ് റിക്വയർഡ് ഇൻഫർമേഷൻ ടു ദ ഡിഫറെൻറ്റ് ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് ത്രൂ റിട്ടൺ മെമ്മോസ് ആസ് വെൽ ആസ് ഫോൺ കോൾസ്. എങ്ങനെ വേണമെങ്കിലും ആവാം, അത് അതിൽ ഇതെന്ന് മാത്രമേ ഉള്ളൂ. ആ ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് റീച്ച് ഔട്ട് ആവുമെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഈ ഡിസെമിനേറ്ററാണ്. അടുത്തത് സ്പോക്സ് പേഴ്സൺ. അപ്പോൾ ഒരു കമ്പനിയുടെ കാര്യങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് മീഡിയ അഡ്രസ്സസോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് എവിടെ പോയാലും, കോർട്ടിലായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു പബ്ലിക് സ്പീച്ചിലായാലും ശരി, ഓർഗനൈസേഷൻ്റെ വക്താവായിട്ട് പോവാന്നുള്ളത് ഒരു മാനേജീരിയൽ റോളാണ്. ഓക്കെ, സ്പോക്സ് പേഴ്സൺ, മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ. അടുത്തത് ഡിസിഷണൽ റോളാണ്. കമ്പാരിറ്റീവ്ലി ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള ഒരു റോളാണ് ഇത് ഡിസിഷണൽ മേക്കിംഗ്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻ ക്രൂഷ്യൽ റോളാണ് ഈ ഡിസിഷൻ മേക്കർ എന്നുള്ളത്. ഫസ്റ്റത്തെ എൻ്റർപ്രണർ act as an initiator of work work on the innovative ideas, identify people and allocate responsibility. Entrepreneur എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അദ്ദേഹമാണ് ഡിസൈൻ ചെയ്യുന്നത്, അദ്ദേഹമാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ ഐഡിയാസ് ഇന്നോവേറ്റ് ചെയ്യുക, പറ്റിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുക, അതേപോലെ തന്നെ ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക മറ്റ് ആൾക്കാർക്ക്. അതായത് എൻ്റർപ്രണറുടെ ചുമതലയാണ്. അടുത്തത് ട്രബിൾ ഹാൻഡൽ. ഇത് എന്തെങ്കിലും ക്രൈസിസ് ഇന്റേണൽ ആയിട്ട് ശരി എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്രൈസിസ് വരുമ്പോൾ അത് കറക്റ്റീവ് ആക്ഷൻ എടുക്കേണ്ടത് ഒരു മാനേജീരിയൽ റോളാണ്. ഓക്കെ, അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. പല സബോർഡിനേറ്റ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇടയിൽ ഒക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യേണ്ടത് ട്രബിൾ ഹാൻഡലർ എന്ന് പറയുന്ന ഒരു മാനേജീരിയൽ റോളിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ്റർപ്രണറും ട്രബിൾ ഹാൻഡലർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് റിസോഴ്സ് അലോക്കേറ്റർ. സെറ്റ് പ്രയോറിറ്റീസ് ആൻഡ് ഡെലിഗേറ്റ് റെസ്പോൺസിബിലിറ്റീസ്. അലോക്കേറ്റ് വേരിയസ് ഓർഗനൈസേഷണൽ റിസോഴ്സ് ലൈക്ക് മാൻ പവർ, ബഡ്ജറ്റ്. ഏത് പ്രയോറിറ്റീസ് ആണ് വേണ്ടതെന്നുള്ള നമ്മൾ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ആർക്കൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കേണ്ടത് അവർക്കൊക്കെ വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ്, മാൻ പവർ ആണെങ്കിലും ശരി, മണി ആണെങ്കിലും ശരി, അത് ഏത് രീതിയിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു റോളുണ്ട്. അതാണ് റിസോഴ്സ് അലോക്കേറ്റർ എന്നുള്ള റോള്. അടുത്തത് നെഗോഷിയേറ്റർ. During negotiation for few business internally and externally, keep his departmental interest on top of the agenda. ഈ എന്താ പറയുക, ഡിപ്പാർട്ട്മെൻ്റൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് മനസ്സിൽ വെച്ചിട്ട്, അതായത് ടോപ്പ് അജണ്ട ആയിട്ട് വെച്ചിട്ട് സ്വന്തം ആ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള നെഗോസിയേഷൻസ് നടത്തുക. അപ്പോൾ അവൻ ഒരു ബാർഗെയിനിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഡീല് നെഗോഷിയേറ്റ് ചെയ്തായിരിക്കാം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് നെഗോഷിയേറ്റർ എന്നുള്ളത്. മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് അതേപടി തിരിച്ചു പോരുന്ന ഒരാളെ നമുക്ക് ഒരു മാനേജർ എന്ന് വിളിക്കാൻ പറ്റില്ല. അതൊരു മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. അത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവുമായിട്ട് പരമാവധി അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഡിസിഷനുകൾ മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കുകയാണ് ഈ നെഗോഷിയേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് മാനേജീരിയൽ റോൾസ്. ഈ 10 റോളെ പഠിക്കാനുള്ളൂ. ഈ മിൻസ്ബർഗിൻ്റെ ഈ 10 റോളിൽ തന്നെയാണ് സിലബസ് ചോദിച്ചിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് വേറൊരു മാനേജീരിയൽ റോൾസ് പഠിക്കേണ്ടതില്ല. ഓക്കെ, ഈ ഒരു 10 നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക.
അടുത്ത നമുക്ക് സ്കിൽസ് നോക്കാം. മാനേജറിയൽ സ്കിൽസ് നോക്കുന്നതിന് മുമ്പ് ഒരു പ്രിമൈസസ് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഏത് പ്രിമൈസസിലാണ് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന് ചേഞ്ചിങ് ബിസിനസ് എൻവയൺമെൻറ്റ്. എപ്പോഴും എൻവയൺമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ആൻഡ് കോംപ്ലക്സിറ്റി ഇൻ മാർക്കറ്റിൽ വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ട്, അതേപോലെ തന്നെ വളരെ കോംപ്ലക്സുമാണ്. ഗ്രേറ്റർ എംഫസിസ് ഓൺ സ്ട്രാറ്റജിക് അഡാപ്റ്റബിലിറ്റി. വളരെ സ്ട്രാറ്റജി, നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ട് പ്രൊഡക്ഷനോ തുടങ്ങിയാലൊന്നും അത് നിലനിൽക്കാൻ പോകുന്നില്ല. മറിച്ച് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആവശ്യമായിട്ട് വരും. വളരെ അഡാപ്റ്റീവായിട്ട് നിൽക്കണം. ഓക്കെ, ഇതൊക്കെ ഒരു മാനേജ്മെന്റിന്റെ ഒരു പ്രിമൈസ് ഞാൻ പറയാണ്. സ്കിൽസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലത്ത് നിൽക്കുന്ന ഒരു മാനേജ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള സ്കിൽസ് വേണമല്ലോ. ആ സ്കിൽസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം, വളരെ സിമ്പിളായിട്ട് പഠിക്കാം. പക്ഷേ ഈ ഒരു മാനേജ്മെന്റിൽ പ്രിമൈസസ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, അടുത്തത് ഓർഗനൈസേഷണൽ സ്ട്രാറ്റജി ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ക്വാളിറ്റി. ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജി എന്തിനായിരിക്കണം? ഇംപ്രൂവിങ് ക്വാളിറ്റി, റിഡ്യൂസിങ് ഓപ്പറേഷണൽ കോസ്റ്റ്, പിന്നെ എൻഹാൻസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രൊമോട്ട് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് എംപവർമെൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം, ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കണം, അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടണം, അതുപോലെ തന്നെ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ കൂട്ടണം, അവരെ എംപവർ ചെയ്യണം. ഇതൊക്കെ ചെയ്യേണ്ടത് മാനേജ്മെൻറ്റാണ്. അടുത്തത് എസെൻഷ്യൽ മാനേജറിയൽ ക്വാളിറ്റീസ്. വെഴ്സറ്റാലിറ്റി ഇൻ ഹാൻഡ്ലിങ് മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ്. പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുമ്പോൾ അത് വളരെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റണം. അപ്ലിക്കേഷൻ ഓഫ് ദ റൈറ്റ് സ്കിൽ ബേസ്ഡ് ഓൺ ദ ടാസ്ക് ആൻഡ് സിറ്റുവേഷൻ. ഏത് സ്കില്ലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്ത് വിചാരിച്ചിട്ട്, ഏത് ടാസ്ക്കാണ്, ഏത് സിറ്റുവേഷനാണ്, ഇതനുസരിച്ചിട്ട് എന്താ പറയുക, ഏത് കറക്റ്റ് സ്കില്ല് യൂസ് ചെയ്യാം. സ്ട്രോങ് ഇന്റർപേഴ്സണൽ അപ്രോച്ച് വെൻ ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ്, വെൻഡേഴ്സ്, യൂണിയൻ മെമ്പേഴ്സ്, സബോർഡിനേറ്റ്സ് ആൻഡ് കൊളീഗ്സ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആരൊക്കെയായിട്ട്, കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു തരത്തിൽ സംസാരിക്കണം, വെൻഡേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ ഒരു തരത്തിൽ, യൂണിയൻ മെമ്പേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ ഒരു തരത്തിൽ, സബോർഡിനേറ്റ്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു തരത്തിൽ, കൊളീഗ്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു തരത്തിൽ. ഇത്തരത്തിലുള്ള ഒരുപാട് മൾട്ടി ലെവലിലുള്ള ഇന്റർപേഴ്സണൽ അപ്രോച്ചസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അടുത്തത് എക്സ്പെക്ടേഷൻ ഫ്രം ടോപ്പ് മാനേജ്മെന്റ്. ബി വിജിലൻ്റ് ആൻഡ് പ്രൊവാക്റ്റീവ്. വളരെ വിജിലൻ്റ് ആയിട്ടും പ്രൊവാക്റ്റീവ് ആയിട്ടും ഇരിക്കണം. ഇത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷനാണ്. ആക്ട് ആസ് എക്സ്പ്ലോറേഴ്സ് ആൻഡ് ഇന്നോവേറ്റേഴ്സ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കണ്ടെത്തുന്നതിലും നിങ്ങൾ വളരെ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം. പൊസസ് സ്ട്രോങ് അനലിറ്റിക്കൽ സ്കിൽസ്. വളരെയധികം അനലിറ്റിക്കൽ സ്കിൽസ് ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രോപ്പറായിട്ട് എക്സ്റ്റേണൽ എൻവയൺമെൻ്റൽ പ്രഷേഴ്സ് ഉണ്ടാകുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യാനും സാധിക്കണം. ഇതാണ് ഈ ഒരു പ്രിമൈസസ്. നമുക്ക് ഇതിന് സ്കിൽസ് എന്താണെന്ന് നോക്കാം. സ്കിൽസ് ആർ ഡിഫൈൻഡ് ആസ് എബിലിറ്റി ടു അപ്ലൈ നോളജ് ഇൻ ടു ആക്ഷൻ ആൻഡ് അച്ചീവ് എ ഡിസൈഡ് റിസൾട്ട്. അതായത് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നോളജ് അല്ല. It is the ability to apply knowledge into action and achieve desired result. അതായത് നമുക്ക് അറിയുന്ന നോളജ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ഡിസൈഡ് ആയിട്ടുള്ള എന്താ പറയുക ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കിൽസ് എന്ന് പറയുന്നത്. പ്രസന്റ് ഡേ ഓർഗനൈസേഷൻ ഹാവ് ആഡഡ് മെനി ന്യൂ ടാസ്ക് ഇൻ മാനേജീരിയൽ വർക്ക് സ്കെഡ്യൂൾസ് വെൻ കമ്പയർഡ് ടു ദ ട്രഡീഷണൽ മാനേജർ ഓഫ് 20th century. ഓക്കെ, പഴയ ഒരു 20ാം നൂറ്റാണ്ടിലെ ഒരു മാനേജറുടെ ഒരു റോളല്ല അല്ലെങ്കിൽ ഒരു സ്കില്ലല്ല ഇന്നത്തെ 21ാം നൂറ്റാണ്ടിലെ ഒരു മാനേജർക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ടൈപ്പ് സ്കിൽസ് ആണ് വേണ്ടതെന്ന് റോബർട്ട് എൽ കാൻസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മിൻസ്ബർഗിൻ്റെ റോൾസ് പഠിക്കുക, റോബർട്ട് എൽ കാൻസിൻ്റെ സ്കിൽസ് പഠിക്കുക. ഇതോട് കൂടിയിട്ട് ഇത് രണ്ടും കഴിഞ്ഞു. ഇത് രണ്ടേ ഉള്ളൂ. ഓക്കെ, റോൾസ് പഠിക്കേണ്ടത്, മാനേജറിയൽ റോൾസ് പഠിക്കേണ്ടത് 10 ഓക്കെ, പിന്നെ ഈ മാനേജറിയൽ സ്കിൽസ് പഠിക്കേണ്ടത് ടെക്നിക്കൽ, ഹ്യൂമൻ ആൻഡ് കൺസെപ്ച്വൽ സ്കിൽസ്, ഈ 3 സ്കില്ല്. ഇതോട് കൂടിയിട്ട് ഈ പോർഷൻ തീരും. ഓക്കെ, ബാക്കി പ്രിമൈസസ് പറഞ്ഞതായാലും ശരി, പീറ്റർ ഡ്രക്കൻ്റെ ടാസ്ക് പറഞ്ഞതായാലും ശരി, അതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. റോൾസ് ആൻഡ് സ്കിൽസ് ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ,
ടെക്നിക്കൽ സ്കിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ എബിലിറ്റി ടു യൂസ് സ്പെഷ്യലൈസ്ഡ് നോളജ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് എഫക്റ്റീവ്ലി. ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടല്ലോ, ടെക്നിക്കൽ സ്കിൽസ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൂപ്പർവൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സിനാണ്. അവർക്കാണ് ഈ ഡൊമൈൻ നോളജ് വേണ്ടത്. ഇൻവോൾവ്സ് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ഇൻ പർട്ടിക്കുലർ ഫീൽഡ്. ഇപ്പോൾ IT-യിലായാലും ശരി, ഫിനാൻസിലായാലും ശരി, എഞ്ചിനീയറിംഗിലായാലും ശരി, ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ഇതിൽ കൂടുതലായി ആവശ്യമാണ്. എസെൻഷ്യൽ ഫോർ സോൾവിങ് ജോബ് സ്പെസിഫിക് പ്രോബ്ലംസ് ആൻഡ് ട്രെയിനിങ് ഓഫ് സബോർഡിനേറ്റ്സ്. അതായത് ഏതെങ്കിലും സബോർഡിനേറ്റ്സ് വന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറോടാണ് ചോദിക്കുക, അല്ലേ? ഹയർ ലെവൽ മാനേജേഴ്സിനോട് അവർ ഇത്തരത്തിലുള്ള ഡൗട്ടുകളൊന്നും ചോദിക്കില്ല. അപ്പം ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ എന്ത് വേണം? അയാൾക്ക് ഇനഫ് ടെക്നിക്കൽ നോളജ് ആവശ്യമാണ്. അത് ഗ്രൗണ്ട് ലെവൽ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യാനും അവരെന്താണ് വർക്ക് ചെയ്യുന്നത് ആ ടെക്നിക്കൽ നോളജ് ആവശ്യമാണ്. ഓക്കെ, most crucial at lower levels of management, helps managers to understand and supervise technical task performed by their task. അതായത് അവരുടെ ടീം ചെയ്യുന്ന ആക്ച്വൽ വർക്ക് മനസ്സിലാക്കാനും അതിനെ സൂപ്പർവൈസ് ചെയ്യാനും ഈ ടെക്നിക്കൽ സ്കിൽസ് ഉപകാരപ്പെടും. ഉദാഹരണത്തിന് ഫാക്ടറി സൂപ്പർവൈസർ യൂസിങ് മെഷീനറി നോളജ് ടു ട്രെയിൻ ന്യൂ വർക്കേഴ്സ് ഓർ ട്രബിൾ ഷൂട്ട് ഇഷ്യൂസ്. ഇപ്പോൾ ഏതെങ്കിലും പുതിയ എംപ്ലോയീസ് വന്നാൽ അവരെ ട്രെയിൻ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യാതായി കഴിഞ്ഞാൽ അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്കൽ നോളജ് മാനേജർക്ക് ഉപകാരപ്പെടും. ഓക്കെ, ടെക്നിക്കൽ നോളജ് ഞാൻ ഒരു തവണ കൂടി പറയുകയാണ്, ഒരു ലോവർ ലെവലിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സിനാണ് ഇത് കൂടുതലായിട്ട് വേണ്ടത്. അടുത്തത് ഹ്യൂമൻ സ്കിൽസ്, ഇന്റർ പേഴ്സണൽ റിലേഷൻ ആണ്. ഇത് എല്ലാ തരത്തിലുള്ള മാനേജേഴ്സിനും ആവശ്യമാണ്. ഹ്യൂമൻ സ്കിൽസ് ആർ ദ എബിലിറ്റി ടു വർക്ക് വെൽ വിത്ത് അതേഴ്സ്. Key components include communication and empathy, conflict resolution and motivation are crucial. They foster teamwork, build trust, create a positive workplace. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ടത് ആൾക്കാരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. വേറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് എങ്ങനെ കൂടിച്ചേർന്ന് ജോലികൾ കംപ്ലീറ്റ് ചെയ്യാം, അവരുമായിട്ട് ഒരുമിച്ച് എങ്ങനെ പോകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എംപതി വളരെ പ്രധാനപ്പെട്ടതാണ്. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരോട് ബിഹേവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് എംപതി. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് മോട്ടിവേഷൻ ആർ ക്രൂഷ്യൽ. ഇത് ഒരു മാനേജറായിട്ട് ഇരിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. സബോർഡിനേറ്റ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഒഴിവാക്കണം. അതേപോലെ തന്നെ മോട്ടിവേഷൻ, ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. നമുക്ക് വേണ്ടി, ഒരു മാനേജർക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ മാനേജർ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എംപ്ലോയിനെ. അപ്പോൾ ആ മോട്ടിവേഷൻ ഉണ്ടെങ്കിലാണ് ആ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഫുൾഫിൽ ആവുള്ളൂ. അതുപോലെ ടീം വർക്ക് ഉണ്ടാക്കുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള വർക്ക് പ്ലേസ് ഉണ്ടാക്കുക. ഇതൊക്കെ ഒരു മാനേജർക്ക് കഴിയാവുന്നതാണ്, മാനേജർക്ക് വേണ്ട സ്കില്ലാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കണം. ഏതിലാണ് പെടുന്നത്? ഹ്യൂമൻ സ്കിൽസിലാണ് പെടുന്നത്. ഓക്കെ, ആക്റ്റീവ് ലിസണിങ് എൻഹാൻസസ് കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ ഇൻ്റലിജൻസ് ട്രെയിനിങ് ഇംപ്രൂവ്സ് എംപതി, ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഫോസ്റ്റർ റിലേഷൻഷിപ്പ്. അതായത് ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു സ്പീക്കർ ആവുക എന്നുള്ളത് മാത്രമല്ല, നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതും ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നല്ലൊരു ലിസണർ ആവുക എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ക്വാളിറ്റീനെ അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തും. അതേപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ട്രെയിനിങ്, ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ധാരണകൾ അത് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? മറ്റ് ടീം അംഗങ്ങളുടെ എംപതി അത് കൂട്ടാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ടീം ബിൽഡിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് എന്തുണ്ടാക്കും? റിലേഷൻഷിപ്പ് വളരെ സ്മൂത്താക്കാനും ഫോസ്റ്റർ ചെയ്യാനും സാധിക്കും. ഇതാണ് ഹ്യൂമൻ സ്കിൽസ്. അടുത്തത് കൺസെപ്ച്വൽ സ്കിൽസാണ്. ഈ ടെക്നിക്കൽ സ്കിൽസ് കൂടുതലായിട്ടും ഇമ്മീഡിയറ്റ് സൂപ്പർവൈസേഴ്സിനാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ കൺസെപ്ച്വൽ സ്കിൽസ് കൂടുതലായിട്ട് വേണ്ടത് ടോപ്പ് ലെവൽ മാനേജേഴ്സിനാണ്. അവരാണ് ഇത് ഡിസിഷനൊക്കെ ഉണ്ടാക്കുന്നത്. അത് കൺസെപ്ച്വലായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള കഴിവ് വേണ്ടത് അവർക്കാണ്. കൺസെപ്ച്വൽ സ്കിൽസ് ഇൻവോൾവ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ബിഗ് പിക്ചർ,
This includes strategic thinking and problem solving. Decision making and creativity are essential elements. They enable managers to identify opportunities and threats. Informed decision can be made. ഓക്കെ, അതായത് ഒരു ബിഗ് പിക്ചർ കാണാനുള്ള ഒരു കഴിവാണ് കൺസെപ്ച്വൽ സ്കിൽസ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക്കലി തിങ്കിങ് ചെയ്യാൻ പറ്റും, പ്രോബ്ലം സോൾവിങ് ഇങ്ങനെ പറ്റും. അതുപോലെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആർ എസെൻഷ്യൽ എലമെൻറ്റ്. ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റിവിറ്റി, ഇത് ഈ ഒരു ഇതിൽ വളരെ എന്താ പറയുക എസെൻഷ്യലാണ്. They enable managers to identify opportunities and threats. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഒരു കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്, അത് നമുക്ക് വളരെ വിസിബിൾ ആയിരിക്കില്ല പല സമയത്തും. ചില എക്സ്റ്റൻഷൻ ആയിരിക്കും. അത് ചില റിപ്പോർട്ടുകളിൽ ചില സ്ഥലങ്ങളിൽ ചില സൈൻസ് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ FMCG പ്രൊഡക്റ്റുകളാണ് വയ്ക്കുക. അപ്പോൾ FMCG പ്രൊഡക്റ്റുകൾ, ചില പ്രൊഡക്റ്റുകൾ കുറഞ്ഞ സോപ്പ് അല്ലെങ്കിൽ മറ്റ് ടോയ്ലറ്ററീസ്, ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു കമ്പനിയുടെ സെയിൽസ് കുറഞ്ഞുകൊണ്ട് വരികയാണ് വയ്ക്കുക. അപ്പോൾ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ആ റിപ്പോർട്ട് കാണുമ്പോൾ അവർക്കത് പ്രത്യേകമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരില്ല, അവർക്കൊരു ത്രെട്ട് മനസ്സിലാവില്ല. പക്ഷെ ഒരു കൺസെപ്ച്വൽ ലെവലിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നോക്കൂ, ഒരു സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് അങ്ങനത്തെ സാധനങ്ങളിൽ മാത്രം കുറഞ്ഞു വരുമ്പോൾ ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതുണ്ടാക്കുന്ന വേറെ കമ്പനിയാണ് ഇവരെ മാർക്കറ്റ് പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കമ്പനി ഏതാണ്, ആ കമ്പനി എന്താണ് ഇവരെക്കാൾ ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ ഒരു ത്രെട്ട് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ITC ഉണ്ട്. ഓക്കെ, ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഏതെങ്കിലും കുറച്ച് പ്രൊഡക്റ്റുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ആ റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതി വരില്ലല്ലോ, ITC നമ്മുടെ മാർക്കറ്റ് പിടിക്കുന്നു എന്ന് എഴുതി വരില്ലല്ലോ. അത് വേണമെങ്കിൽ എന്ത് വേണം, കൺസെപ്ച്വൽ സ്കില്ല് വേണം. ഓക്കെ, ITCയുടെ ചില പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിലുള്ള ഇന്ന പ്രൊഡക്റ്റുകൾ കുറയുന്നത് എന്നുള്ള കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള കഴിവ് വേണം. ഓക്കെ, അതിനാണ് ഈ ത്രെട്ട് ഓക്കെ ഓപ്പർച്യൂണിറ്റീസ് അനലൈസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നോക്കുള്ളൂ. അപ്പോൾ അത് അങ്ങനെ പിന്നെ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഇന്ന ഓഫറുകളാണ് അവർ കൊടുക്കുന്നത്. ഇപ്പോൾ കോമ്പറ്റീഷൻ നമ്മൾ ഒരു ബെറ്റർ പ്ലേസ്മെന്റ് നടത്തിയില്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പോകും. അപ്പോൾ അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്യും, അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൺസെപ്ച്വൽ സ്കിൽസ് മാനേജ്മെൻറ്റിന് ആവശ്യമാണ്. മൂന്നെണ്ണം നമ്മൾ പഠിച്ചു: ഹ്യൂമൻ സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസ്, കൺസെപ്ച്വൽ സ്കിൽസ്. ഓക്കെ, ഈ സ്കിൽസ് ഇത്ര എണ്ണം പഠിക്കാനുള്ളത്. ഇതും ഒരു തരത്തിൽ നമുക്ക് ഒരു ഗ്രാഫാണ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റില്ല. ടോപ്പ് മാനേജ്മെന്റിന് കൺസെപ്ച്വൽ സ്കിൽസ് കൂടുതലാണ് ആവശ്യം. അതുപോലെ തന്നെ ഹ്യൂമൻ സ്കിൽസ് എല്ലായിടത്തും ഒരേപോലെയാണ് ആവശ്യം. ടെക്നിക്കൽ സ്കിൽസ് ടോപ്പ് മാനേജ്മെന്റിന് അധികം ആവശ്യമില്ല. ഓക്കെ, അത് നേരെ തിരിച്ചാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റിന് കൺസെപ്ച്വൽ സ്കിൽസ് വളരെ കുറവ് മതി, എന്നാൽ ടെക്നിക്കൽ സ്കിൽസ് വളരെ കൂടുതൽ വേണം. ഓക്കെ, മിഡിൽ മാനേജ്മെന്റിന് എല്ലാതും വേണം. ടെക്നിക്കൽ സ്കിൽസ് ആണെങ്കിലും ഒരു ആവശ്യത്തിനനുസരിച്ച് വേണം. അതുപോലെ ഹ്യൂമൻ സ്കിൽസും ആവശ്യത്തിനനുസരിച്ച് വേണം. കൺസെപ്ച്വൽ സ്കിൽസും ആവശ്യത്തിനനുസരിച്ച് വേണം. ഓക്കെ, അപ്പോൾ ഈ സ്കിൽസ് നിർബന്ധമായിട്ടും ഈ ഒരു മൂന്നെണ്ണം മാത്രം പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു തവണ കൂടി ഞാൻ പറയാണ്, ഹിൻസ്ബർഗിൻ്റെ റോൾസ് മിൻസ്ബർഗിൻ്റെ മാനേജറിയൽ റോൾസ്, ഈ ഒരു 10 എണ്ണം, ഇത് രണ്ടുമാണ് മാനേജ്മെന്റ് റോൾസ് ആൻഡ് സ്കിൽസിൽ പഠിക്കാനുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. വളരെ ചെറിയൊരു പോർഷനാണ്. ചിലപ്പോൾ ഇതിന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് ചോർന്നു പോകരുത്. ഇപ്പോൾ ടേംസുകളെല്ലാതും, ഈ 10 ടേംസും ആ 3 ടേംസിൻ്റെ പ്രാധാന്യം, ടോപ്പ് മാനേജ്മെൻറ്റിന് എന്താണ് കൂടുതൽ ആവശ്യം, ലോവർ മാനേജ്മെൻറ്റിന് എന്താണ് കൂടുതൽ ആവശ്യം എന്നുള്ള കാര്യങ്ങളടക്കം പഠിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു.